ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഗ്രാഫിക്സ്, അതിനു നേരെ ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ എന്നീ ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഇങ്ക്സ്കേപ്പിൻ്റെ പ്രധാന ജാലകം. ഇങ്ക്സ്കേപ്പ് ജാലകത്തിൻ്റെ ഇടതുവശത്ത് കാണുന്നതാണ് ടൂൾ ബോക്സ്. താഴെ കളർ പാലറ്റ്. ഇതാണ് പേജ് ബോർഡർ. ഡീഫോൾട്ട് പേജ് സൈസ് എന്നത് A4 ആകുന്നു. ഇതിൻ്റെ ഈ പേജ് ബോർഡർ ഒഴിവാക്കുന്നതിന് വേണ്ടി ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് ജാലകത്തിൽ ഷോ പേജ് ബോർഡർ. ഇവിടെ ഡീഫോൾട്ട് പേജ് സൈസ് എന്നത് A4 ആകുന്നു. അതിനെ പേജ് ബോർഡർ, ഈ പേജ് ബോർഡർ ഒഴിവാക്കുന്നതിന് വേണ്ടി ബോർഡർ എന്നതിന് താഴെയുള്ള ഷോ പേജ് ബോർഡർ എന്നതിൻ്റെ ഇടതുവശത്തുള്ള ടിക്ക് മാർക്ക് ഒഴിവാക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് അപ്പോഴേ ഈ ബോർഡർ അദൃശ്യമായതായി കാണാൻ സാധിക്കും. അതിനുശേഷം ഈ ജാലകം ക്ലോസ് ചെയ്യുക. നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ആദ്യം സോഴ്സർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ആദ്യം ഇതാണ് ടൂൾ ബോക്സ്. ഈ ടൂൾ ബോക്സിൽ നിന്ന് ക്രിയേറ്റ് സർക്കിൾസ് അതിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായ വലുപ്പത്തിൽ ആവശ്യമായ കളർ സെലക്ട് ചെയ്തതിന് ശേഷം ക്യാൻവാസിൽ ഡ്രാഗ് ചെയ്ത് വരച്ചു കൊടുക്കുക. പിന്നീട് ഇതിന് റേഡിയൽ ഗ്രേഡിയന്റ് നൽകേണ്ടതുണ്ട്. ഇവിടെ ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകം ദൃശ്യമല്ല എങ്കിൽ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ ഇവിടെ ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകം ദൃശ്യമായി. ഇനി നമുക്ക് ഈ ദീർഘവൃത്തത്തിന് റേഡിയൽ ഗ്രേഡിയന്റ് നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിലെ റേഡിയൽ ഗ്രേഡിയന്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ നോഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ ഇവിടെ ടൂൾ ബോക്സിന് താഴെ കാണുന്ന ത്രികോണാകൃതിയുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഗ്രേഡിയന്റിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ കേന്ദ്രഭാഗത്തുള്ള നോഡിൽ ക്ലിക്ക് ചെയ്ത് ലൈറ്റ് കളറും ഇവിടെ പരിധിയിലെ നോഡിൽ ക്ലിക്ക് ചെയ്ത് ഡാർക്ക് കളറും നൽകുക. അതിനുശേഷം ഈ നോഡിൽ പിടിച്ചു വലിച്ച് നമുക്ക് ആവശ്യമായ മാറ്റം വരുത്താവുന്നതാണ്. അടുത്തതായി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിന് വേണ്ടി സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ ഒരു വൃത്തം കൂടി വരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനെ കൺട്രോൾ ഷിഫ്റ്റ് കീ അമർത്തി ചെറുതാക്കുക. ഇതിനെ കൺട്രോളും ഷിഫ്റ്റ് കീ അമർത്തി ചെറുതാക്കുക. ഇതിനും റേഡിയൽ ഗ്രേഡിയന്റ് നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി റേഡിയൽ ഗ്രേഡിയന്റ് നൽകുന്നതിന് വേണ്ടി ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിലെ റേഡിയൽ ഗ്രേഡിയന്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആ നോഡ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ ഇവിടെ ടൂൾ ബോക്സിന് താഴെ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്ത് ഗ്രേഡിയന്റിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ സെൻറ്ററിൽ ഡാർക്ക് കളർ നൽകുക. പരിധിയിൽ ലൈറ്റ് കളർ നൽകുക. ഇനി നമുക്ക് സെലക്ഷൻ ടൂൾ എടുത്ത് ഈ വൃത്തത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എഡിറ്റ്, ഡ്യൂപ്ലിക്കേറ്റ്. ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റുക. വീണ്ടും ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ്. അതിൻ്റെ കളറ് മാറ്റി കൊടുക്കുക. കൺട്രോളും ഷിഫ്റ്റ് കീ അമർത്തി അതിനെ ചെറുതാക്കുക. ആദ്യം വരച്ച വൃത്തത്തിൻ്റെയും കളർ നമുക്ക് മാറ്റി കൊടുക്കാം.
രണ്ടാമത് വരച്ച വൃത്തത്തിൻ്റെ കളറും മാറ്റി കൊടുക്കുക. കൺട്രോളും ഷിഫ്റ്റ് കീ അമർത്തി അതിനെ ഒരേ ലെവലിൽ വരത്തക്ക രീതിയിൽ ക്രമീകരിക്കുക. അതിനുശേഷം മൊത്തം ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. പിന്നീട് ഇത്രയും ഭാഗം കട്ട് ചെയ്യുന്നതിന് വേണ്ടി, അതായത് ഒരു വലയ രൂപം ദൃശ്യമാകുന്നതിന് വേണ്ടിയാണ് മൊത്തം സെലക്ട് ചെയ്തു. അതിനുശേഷം പാത്തിൽ ഡിഫറൻസിൽ ക്ലിക്ക് ചെയ്യുക. പാത്തിൽ ഡിഫറൻസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വലയ രൂപം ദൃശ്യമായി. ഇനി നമുക്കിതിനെ കൺട്രോൾ ഷിഫ്റ്റ് കീ അമർത്തി ചെറുതാക്കി ആവശ്യമായ സ്ഥാനത്തേക്ക് ക്രമീകരിക്കുക. ഇനി ഇതിന് താഴെ ഒരു ഭാഗം ദൃശ്യമാക്കുന്നതിന് വേണ്ടി, അതിന് അടിവശം ദൃശ്യമാകുന്നതിന് വേണ്ടി വീണ്ടും സർക്കിൾ ടൂൾ എടുത്ത് ആവശ്യമായ കളർ സെലക്ട് ചെയ്ത് വരച്ചു കൊടുക്കുക. സെലക്ട് ചെയ്യുക. ഈ ഒരു ഒബ്ജക്റ്റിനെ ഏറ്റവും താഴെ കൊണ്ടുപോയിക്കുന്നതിന് വേണ്ടി ഒബ്ജക്റ്റിൽ ലോവർ ടു ബോട്ടം ക്ലിക്ക് ചെയ്യുക. ലോവർ ടു ബോട്ടം. ഇനി ആരോ കീ ഉപയോഗിച്ചതിന് ഇതിൻ്റെ സ്ഥാനം മാറ്റുക. ഇനി ഇതിനെ ഗ്രൂപ്പ് ചെയ്യുക. മൊത്തം ഡ്രാഗ് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റിലെ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ഒറ്റ ലെയറായി കാണാൻ സാധിക്കും. ഇനി അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് കപ്പിൻ്റെ ചിത്രം വരയ്ക്കുക എന്നതാണ്. കപ്പ് വരയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ടൂൾ ബോക്സിൽ നിന്ന് സർക്കിൾ ടൂൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഒരു വൃത്തം വരയ്ക്കുക. വീണ്ടും ഒരു വൃത്തം വരച്ച് തിരശ്ചീനമായ വൃത്തം വരച്ചു. അതിന് മുകളിൽ വീണ്ടും ഒരു വൃത്തം വരച്ചു. പിന്നെ സെലക്ട് ടൂൾ ഉപയോഗിച്ച് ഒന്നുകിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് രണ്ട് ഒബ്ജക്റ്റിലും ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്ത് മൊത്തം സെലക്ട് ചെയ്യുക. അതിനുശേഷം പാത്തിൽ ഡിഫറൻസിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇത്രയും ഭാഗം കട്ടായതായി കാണാൻ സാധിക്കും. നമുക്ക് കപ്പിൻ്റെ ആകൃതി ലഭിച്ചതായി കാണാൻ സാധിക്കും. പാത്തിൽ ഡിഫറൻസ്. ഇനി നമുക്കിതിന് ഗ്രേഡിയൻ്റ് നൽകണം. റേഡിയൽ ഗ്രേഡിയൻ്റ് നൽകണം. ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിലാണ് റേഡിയൽ ഗ്രേഡിയൻ്റ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നോഡുകൾ പ്രത്യക്ഷപ്പെടുന്നില്ല എങ്കിൽ ടൂൾ ബോക്സിന് താഴെ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്ത് ഗ്രേഡിയൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്ത് ലൈറ്റ് കളർ നൽകുക. പരിധിയിൽ ക്ലിക്ക് ചെയ്ത് ഡാർക്ക് കളർ നൽകുക. നോഡിൽ പിടിച്ച് വലിച്ച് നമുക്ക് ആവശ്യമായ മാറ്റം വരുത്താം. ഇനി നമുക്ക് ഒരു വൃത്തം വരയ്ക്കുക. ഇതിന് ഈ കപ്പിനൊരു മുകൾ ഭാഗം ദൃശ്യമാകുന്നതിന് വേണ്ടി ഇതിനും ഈ ഒരു വൃത്തത്തിനും റേഡിയൽ ഗ്രേഡിയൻ്റ് നൽകേണ്ടതുണ്ട്. റേഡിയൽ ഗ്രേഡിയൻ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പരിധിയിൽ ലൈറ്റ് കളർ കൊടുക്കുക. കേന്ദ്രഭാഗത്ത് ലൈറ്റ് കളറും പരിധിയിൽ ഡാർക്ക് കളറും നൽകുക. ആവശ്യമായ മാറ്റം വരുത്തിയതിന് ശേഷം സെലക്ഷൻ ടൂൾ എടുത്ത് ഇതിനെ ഡ്രാഗ് ചെയ്ത് സ്ഥാനത്ത് ക്രമീകരിക്കും. ഇനി നമുക്ക് ഒരു വൃത്തം കൂടെ വരഞ്ഞു വരേണ്ടതുണ്ട്. അതിനുവേണ്ടി എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ ഇതിന് മുകളിൽ ഒരു വൃത്തം വരഞ്ഞു വന്നിട്ടുണ്ട്. അതിൻ്റെ കളർ നമുക്ക് മാറ്റി കൊടുക്കാം. കൺട്രോളും ഷിഫ്റ്റ് കീ അമർത്തി അതിനെ ചെറുതാക്കാം. ആരോഗ്യം ഉപയോഗിച്ച് ഇതിൻ്റെ സ്ഥാനം മാറ്റാം. ഇനി നമുക്കിതിന് ഒരു പിടി നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി
വീണ്ടും സർക്കിൾ ടൂൾ സെലക്ട് ചെയ്യുക. അതിന് റേഡിയൽ ഗ്രേഡിയൻ്റ് നൽകണമെങ്കിൽ റേഡിയൽ ഗ്രേഡിയൻ്റ് നൽകാവുന്നതാണ്. ഇനി വീണ്ടും ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ്. ഇതിൻ്റെ കളറ് മാറ്റി കൊടുക്കുക. കൺട്രോളും ഷിഫ്റ്റ് കീ അമർത്തിയതിനെ ചെറുതാക്കുക. ഇതിനെ മൊത്തം ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം പാത്തിൽ ഡിഫറൻസ് നൽകിയാൽ ഒരു വളയ രൂപം ദൃശ്യമാകും. അതായത് ഈ മഞ്ഞ കളറുള്ള ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് പോയതായി കാണാൻ സാധിക്കും. പാത്തിൽ ഡിഫറൻസിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കിതിനെ കൺട്രോളും ഷിഫ്റ്റ് കീ അമർത്തി ചെറുതാക്കി ഒന്നുകിൽ ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവച്ച് ഇവിടെ ഒബ്ജക്റ്റിൽ ലോവർ ടു ബോട്ടം നൽകാം. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് വേറൊരു വൃത്തം വരച്ച് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്ത് രണ്ട് ഒബ്ജക്റ്റും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പാത്തിൽ ഡിഫറൻസിൽ ക്ലിക്ക് ചെയ്യുക. കൺട്രോളും ഷിഫ്റ്റ് കീ അമർത്തിയതിനെ ചെറുതാക്കി ആവശ്യമായ സ്ഥാനത്തേക്ക് മാറ്റാം. ഇനി ഇതിനെ മൊത്തം ഗ്രൂപ്പ് ചെയ്യാം. ഡ്രാഗ് ചെയ്ത് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഇനി സോസറും വരച്ചു, കപ്പും വരച്ചു.